വി എസിനെ കണ്ടിട്ടൊക്കെ അതാ വരുന്ന ആളുകളുടെ പ്രതികരണം കണ്ടോ വി എസിനെ? കണ്ടു. ഒരു എന്താ വൈകാരികമായി കൂടി ഉണ്ടായിരുന്നു തോന്നുന്നു. എനിക്ക് കണ്ണീര് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. എന്റെ അച്ചാച്ചനുമായിട്ട് വളരെയേറെ സാദൃശ്യം ഡിറ്റോ. അതുകൊണ്ട് ഞാൻ വളരെയേറെ ആരാധിക്കുന്നു. എന്നെ ഞാനൊരു 3 മാസക്കാലമായി വി എസിന്റെ DP ആണ് എനിക്ക് ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെ ഇട്ടുന്ന. അത്രയേറെ ഇഷ്ടപ്പെടുന്ന, അത്രയേറെ ബഹുമാനിക്കുന്ന പാർട്ടിയുടെ ശക്തനായ നമ്മുടെ ഒരു നേതാവ്. താങ്ങാൻ കഴിയുന്നില്ല. നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ആ വാർത്തയോട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല ഇപ്പോഴും. അദ്ദേഹം നമ്മളെ കൂടെ ഉണ്ട്, എങ്ങും പോയില്ല, നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ പാർട്ടിയുടെ ഒരു നഷ്ടം തന്നെയാണ്. താങ്ങാൻ കഴിയുന്നതിലേറെ നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഒരു അറിഞ്ഞ നിമിഷം മുതൽ അങ്ങനത്തെ ഒരവസ്ഥയാണ്. നമ്മുടെ വീട്ടിലെ അങ്ങാണ് എന്ന് ചോദിച്ചാൽ അങ്ങാണ്, എന്താണെന്ന് വെച്ചാൽ എല്ലാമാണ്, ഞങ്ങളുടെ എല്ലാമാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് ഞാനൊരു നേതാവ് വന്ന് ആ നേതാവ് ഈ നിലയിലെത്തിയതിൽ നമുക്ക് അഭിമാനം കൊണ്ട് എന്ത് അതിനുള്ള വികാരം ഏത് തരത്തിൽ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് വി എസിനെ കണ്ടിട്ട്, വി എസിനെ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തി അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം കണ്ടിട്ട് അതുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ ഇങ്ങനെ കണ്ണീരൊഴുക്കുന്ന ആളുകൾ, അപ്പോൾ നമ്മൾ കണ്ടതുപോലെ എത്രയോ ആളുകൾ അങ്ങനെ നമ്മളുടെ മുന്നിലൂടെ കരഞ്ഞ കണ്ണുമായി ഈ മണിക്കൂറുകളിൽ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ രാവിലെ മുതൽ നമ്മളത് കാണുകയാണ്, അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ അത് കാണുകയാണ്. ഇന്നലെ പഴയ AKG സെന്ററിലേക്ക്, AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകൾ അവർ ഈ കണ്ണേ കരളെ വി എസ് എന്ന മുദ്രാവാക്യം, അത് ഒരുപക്ഷെ തിരുവനന്തപുരം നഗരം ഇന്നലെ ഉറങ്ങിയത് ആ മുദ്രാവാക്യം കേട്ടാണ്. ഇന്ന് രാവിലെ ആ നഗരം, ഈ മഹാനഗരം ഉണർന്നതും ആ മുദ്രാവാക്യം കേട്ടുകൊണ്ടാണ്. അപ്പോൾ വി എസിന് അത് കേവലം ഒരു മുദ്രാവാക്യമല്ല, ഒരു വലിയ ജനസമൂഹം ആ നേതാവിന് നൽകുന്ന ആദരവിന്റെ ഒരു പ്രതീകമാണ്. അതിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായോ ഒന്നും കണക്കാക്കേണ്ടതില്ല. അതൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിളിക്കുന്ന മുദ്രാവാക്യവുമല്ല. പകരം ആ നേതാവിനോട് കേരള ജനത നൽകുന്ന ഒരു ആദരവ്, അദ്ദേഹത്തെ അവസാനമായി കാണുമ്പോൾ അറിയാതെ ഈ പറയുന്ന കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന തരത്തിലുള്ള വൈകാരിക ബന്ധം ആ നേതാവിനോട് ഈ നാട് കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നതാണ്. അതിന് നേരത്തെ SKN പറഞ്ഞതുപോലെ അദ്ദേഹം ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ധാർമ്മിക മൂല്യങ്ങൾ, അത് അദ്ദേഹം അധികാരത്തിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അതിന് ഒരു കുറവും വരാതെ അതിൽ 100% ആത്മാർത്ഥതയോടെ അതിൽ ഉറച്ചു നിന്നു എന്നത് തന്നെ അദ്ദേഹത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഒരു ഘടകം കൂടിയാണ്. അദ്ദേഹം അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അധികാരത്തിലെത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഷയം അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്നുമില്ല. എന്നാൽ അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോഴും ഇല്ലാത്തപ്പോഴും അതിൽ ഉറച്ചു നിന്നു. അതിൽ ഇടപെടാൻ പറ്റുന്ന തലങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്തു. നേരത്തെ വി എസിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന ബാലകൃഷ്ണൻ ചേട്ടൻ അത് സൂചിപ്പിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കേരളത്തിലെ ഭൂമി സംരക്ഷിക്കാൻ, നെൽവയലും തണ്ണീർത്തടങ്ങളും പാടശേഖരങ്ങളും സംരക്ഷിക്കാൻ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം, വെട്ടിനിർത്തൽ സമരം എന്ന പേരിൽ അത് കേരളത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അന്ന് ആ സമരത്തെ എതിർത്തവർ പലരും പിന്നീട് അതിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് ബോധ്യപ്പെട്ട് അതിനെ പിന്തുണയ്ക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ VS അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം കേരളത്തിലെ നെൽവയലും തണ്ണീർത്തടങ്ങളും നീർത്തടങ്ങളും സംരക്ഷിക്കാനുള്ള ഒരുപക്ഷെ ഭൂപരിഷ്കരണ നിയമം പോലെ തന്നെ കേരളത്തിൽ ചർച്ചയായ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 കൊണ്ടുവന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഈ പാടശേഖരങ്ങളും നീർച്ചോലകളും ഈ തണ്ണീർത്തടങ്ങളും ഒക്കെ ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ആ നിയമനിർമ്മാണം തന്നെയാണ്. അതിൽ പിന്നീട് പലപ്പോഴും കുറെയൊക്കെ വെള്ളം ചേർക്കലുകളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും വിജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.